കൊല്ലകടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ നിറകതിർ സീഡ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓസോൺ ദിനാചരണം നടന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി തുളസീവന നിർമ്മാണ ഉദ്ഘാടനം നടന്നു. ചെങ്ങന്നൂർ കൊല്ലകടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ നിറകതിർ സീഡ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓസോൺ ദിനാചരണം സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി തുളസീവന നിർമ്മാണ ഉദ്ഘാടനം നടന്നു. ചെറിയനാട് ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡംഗം ശ്രീകുമാരി മധു തുളസി തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് സെപ്റ്റംബർ 16 ഓസോൺ പാളി ദിനമാണ്. അതിനുവേണ്ടി മറ്റ് സ്കൂളുകളിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട അൻവറിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ 15 തരം ഇനത്തിലുള്ള തുളസിത്തൈകളാണ് ഇവിടെ നട്ടിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലുണ്ടാകുന്ന മലിനമായ കാര്യങ്ങളെ നമ്മൾക്ക് സംരക്ഷണം നൽകുക എന്നുള്ളതാണ്. എല്ലാ വീടുകളിലും തുളസികൾ ഉണ്ടായിരിക്കുമെങ്കിലും ശരി, ഇത്രയും ഇനത്തിൽപ്പെട്ട തുളസികൾ നമ്മളിപ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ട് ഓരോ കുഞ്ഞുങ്ങളും ഓരോ ദിനാചരണങ്ങളും അവരുടെ ഡയറിയിൽ പകർത്തുകയും അവർ ആ ദിനാചരണങ്ങൾ ഓർക്കുകയും അതേപ്പറ്റി പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പഠിത്തത്തോടൊപ്പം തന്നെ പാഠ്യേതരമായ എല്ലാ കാര്യങ്ങളിലും നമുക്ക് അറിവ് നേടുവാൻ നമ്മൾക്ക് സാധിക്കും. ദിനാചരണങ്ങൾക്ക് വളരെ പ്രത്യേകതയുണ്ട്. ആ ദിനാചരണങ്ങളെല്ലാം നമ്മൾ ആചരിക്കണം. ഈ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നേതൃത്വം വഹിക്കുന്ന സോഷ്യൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട അൻവർ നടത്തുന്ന ഈ ഒരു പരിപാടിക്ക് എല്ലാവിധമായ നന്മകളും ഹൃദയപൂർവ്വം നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെ സംരക്ഷിക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് തുളസീവനം എന്ന പദ്ധതി സ്കൂളിൽ ആരംഭിച്ചത്. കൃഷ്ണതുളസി, രാമതുളസി, കർപ്പൂര തുളസി, കാട്ടുതുളസി, മിന്റ് തുളസി തുടങ്ങി വിവിധ ഇനങ്ങളിലുള്ള തുളസി തൈകളാണ് സ്കൂളിൽ നട്ട് പരിപാലിക്കുന്നത്. PTA പ്രസിഡന്റ് ഷംനാസ് ഹനീഫ് സ്വാഗതം പറഞ്ഞു. സ്റ്റാഫ് സെക്രട്ടറി G അരുൺ നന്ദി പറഞ്ഞു. പരിപാടികൾക്ക് ക്ലബ് കോർഡിനേറ്റർ അൻവർ H നേതൃത്വം നൽകി. CDNet ന്യൂസ് മാവേലിക്കര.